ഇഴജന്തുക്കളിൽ നിന്ന് കാവൽ ചോദിക്കൽ. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മൻ ഖാല ഹീന യുംസി സലാസ മർറാത്തിൻ, ആരെങ്കിലും 3 തവണ ചൊല്ലിയാൽ, വൈകുന്നേരം ചൊല്ലിയാൽ, അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്, അങ്ങനെ ചൊല്ലിയാൽ ലം യദുറഹു ലദ്ഗത്തു ഹയ്യത്തിൻ ഫീ തിൽക്കൽ ലൈല, ആ രാത്രിയിൽ അവന് പാമ്പ് കടിയേൽക്കുകയില്ല, പാമ്പിന്റെ വിഷമേൽക്കുകയില്ല. ഇമാം ബൈഹഖിയുടെ റിപ്പോർട്ടിൽ കാണാം, അവന് വിഷമേൽക്കുകയില്ല, വലം യദുറഹു, അവനെ ഒന്നും ബുദ്ധിമുട്ടിക്കുകയില്ല. ലാ യദുറഹു ലദ്ഗത്തുൻ അയ്യഅമ്മത്തിൻ തൽമിൻ ഹയ്യത്തിൻ ഔ അഖറബിൻ ഔ ഗൈരിഹിമാ, പാമ്പാകട്ടെ തേളാകട്ടെ വിഷജന്തുക്കളുടെ ഒരു വിഷമങ്ങളും തന്നെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന ദിക്ർ ചൊല്ലിയാൽ 3 സമയം, എന്റെ സഹോദരിമാരെ സഹോദരന്മാരെ, നിങ്ങൾ രാവിലെയും ചൊല്ലിക്കോ വൈകുന്നേരവും ചൊല്ലിക്കോ, അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഹദ്ദാദ് റതീബ് ചൊല്ലുന്നവർ അതറിയാതെ അങ്ങ് ചൊല്ലിപ്പോകുന്നുണ്ട്, ബിർദുൽ ലത്തീഫ് ചൊല്ലുന്നവർ അത് ചൊല്ലിപ്പോകുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് രാവിലെയും വൈകുന്നേരവും അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന ദിക്ർ നിങ്ങൾ ചൊല്ലിക്കോളൂ. എന്താണ് ആ ദിക്റിന്റെ അർത്ഥം എന്നതിനെ സംബന്ധിച്ച് കൂടി വിശദീകരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് 10 മണിക്ക് മുമ്പായി നമ്മുടെ പ്രസംഗം നിർത്തണം. അത് നിർത്തുകയും ചെയ്യും. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്, വിഷജന്തുക്കളിൽ നിന്നും, എല്ലാ പ്രശ്നമുണ്ടാക്കുന്നവരുടെ ശർറിൽ നിന്നും, എല്ലാ പ്രശ്നമുണ്ടാക്കുന്ന ജീവികളിൽ നിന്നും കാവല് ചോദിക്കുന്ന ദിക്റാണത്. എന്താണ് അതിന്റെ മാന? അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്, അല്ലാഹുവിന്റെ പൂർണ്ണമായ കലിമത്തുകളെ കൊണ്ട് ഞാൻ കാക്കുന്നു. അല്ലാഹുവിന്റെ പൂർണ്ണമായ കലിമത്തുകൾ എന്ന് പറഞ്ഞാലോ, അല്ലാഹുവിന്റെ പൂർണ്ണമായ കലിമത്തുകൾ എന്ന് പറഞ്ഞാൽ അതിന് 2 വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാര് പറയുന്നുണ്ട്. സഹോദരന്മാര് ശരിക്കും മനസ്സിലാക്കണം. അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നതാണല്ലോ ഇതുവരെ നമ്മൾ പറഞ്ഞത്. എന്നാൽ പാമ്പിൽ നിന്ന് കാവൽ ചോദിക്കുന്ന സ്ഥലത്ത്, അതുപോലെ അതേ ഉറക്കിൽ ഉണ്ടാകുന്ന മുസീബത്തുകളിൽ നിന്ന് കാവൽ ചോദിക്കുന്ന സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ദിക്ർ അഊദു ബില്ലാഹി എന്നല്ലല്ലോ, അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്നല്ലല്ലോ, അല്ലാഹുവിനെ കൊണ്ട് കാക്കുന്നു എന്നല്ലല്ലോ, അഊദു ബികലിമാത്തില്ലാഹി, അല്ലാഹുവിന്റെ കലിമത്തുകളെ കൊണ്ട് കാക്കുന്നു എന്നാണല്ലോ. അപ്പൊ അല്ലാഹുവിന്റെ കലിമത്തുകളെ കൊണ്ട് കാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? സഹോദരന്മാര് മനസ്സിലാക്കണം. അതിന് 2 മഅന, 2 തഫ്സീറുകളാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇമാം ദാസി റളിയല്ലാഹു അൻഹു 2 തഫ്സീറും അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞു. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലിമത്തുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഖുർആനിൽ ഓതാറുണ്ടല്ലോ, എന്താണ്? ഇന്നമാ ഖൗലുനാ ലിശൈഇൻ ഇദാ അറദ്നാഹു അൻ നഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹുവിന് ഒരു ഓർഡറുണ്ട്. അല്ലാഹുവിന്റെ ഓർഡർ ഇല്ലാതെ ഇവിടെ ഒന്നും നടക്കുകയില്ലെന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. ലോകത്ത് ഒരു നബിക്കും, ഒരു വലിയനും, ഒരു മലക്കിനും, ഒരു ജീവിച്ചിരിക്കുന്നവർക്കും, ഒരു മരിച്ചവർക്കും, ഒരു എഞ്ചിനീയർക്കും, ഒരു ഡോക്ടർക്കും, ഒരു വക്കീലിനും, ഒരു കോടതിക്കും, ഒരു പോലീസിനും, ഒരു ഭരണാധികാരിക്കും, ഒരു സാധാരണക്കാരനും, ഒരു പണക്കാരനും, ഒരു കുബേരനും, ഒരു കുചേലനും, ഒരു പാവപ്പെട്ടവനും, ഓ മനുഷ്യ, ലോകത്താർക്കെങ്കിലും എന്തിനെങ്കിലും കഴിയുമോ? കഴിവുള്ളവൻ അല്ലാഹു മാത്രമല്ലേ. അവൻ കൊടുക്കുന്നതല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ടല്ലേ പടച്ചറബിനോട് നമ്മൾ കാവൽ ചോദിക്കുന്നത്, ശർറുകളിൽ നിന്ന് കാവൽ ചോദിക്കുന്നത്, ഖൈറുകൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത്, എല്ലാം അല്ലാഹുവിങ്കിൽ നിന്നല്ലേ. എന്നാ നീ ഓർക്കണം, അല്ലാഹുവിന്റെ ഓർഡർ ഇല്ലാതെ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഒരു പാമ്പും അല്ലാഹുവിന്റെ ഓർഡർ ഇല്ലാതെ കടിക്കുകയില്ല, ഒരു തേളും കുത്തുകയില്ല, ഒരാളും ഒന്നും ചെയ്യുകയില്ല. അതല്ലേ മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ തങ്ങൾ പറഞ്ഞില്ലേ, ഏകൽ കൂടാതെ ഞാനൊന്നും ചെയ്തില്ല, ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ, എന്നാണേ നിന്നെ പറയുന്നും കേട്ടോവർ. പടച്ചവന്റെ ഓർഡർ ഇല്ലാതെ ഇവിടെ ഒന്നും ആരും ചെയ്യുന്നില്ല, ഒരു നബിയും ചെയ്യുന്നില്ല, ഒരു വലിയും ചെയ്യുന്നില്ല. ആരാലും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാർ, അനുവാദം വന്നാൽ പറവൻ ഞാനെന്നോവർ. അനുമതിയില്ലാതെ ഞാൻ സംസാരിക്കില്ല. അപ്പൊ അല്ലാഹുവിന്റെ ഒരു ഓർഡർ ഉണ്ട് ഏത് വിഷയത്തിലും. ആ ഓർഡർ എന്താണ്? ഉണ്ടാകണം എന്ന് പറയുന്ന ഓർഡർ, അതാണ് അല്ലാഹുവിന്റെ ഓർഡർ. ഉണ്ടാകണം എന്ന അല്ലാഹുവിന്റെ ഓർഡർ.
ആ ഓർഡർ അല്ലാഹു പറയണമെന്നില്ല. അല്ലാഹു ഉദ്ദേശിച്ചാൽ മതി. അല്ലാഹു ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചാൽ കുൻ ഫയകൂൻ, അതുണ്ടാകും. അല്ലാഹു ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചില്ലെങ്കിലോ ഇവിടെ ഒന്നും ഉണ്ടാവുകയില്ല. എല്ലാ സംഗതികളും അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരമാണ്. അല്ലാഹു തആല ഉണ്ടാകണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഉണ്ടാകും, ഉണ്ടാകണ്ടെന്ന് ഉദ്ദേശിച്ചാൽ ഉണ്ടാവുകയില്ല. ഇങ്ങനെയാണ്. ഇവിടെ നിങ്ങൾ ഓർക്കണം, തീക്ക് കരിക്കാൻ കഴിയുമോ? തീക്ക് സ്വന്തം കരിക്കാൻ കഴിയുമോ? എങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കരിഞ്ഞു പോകേണ്ടതല്ലേ? പക്ഷേ കരിയണം എന്ന ഓർഡറിന് പകരം കുനീ ബർദം വസലാമാ, നീ തണുപ്പാകണം, എയർ കണ്ടീഷനാകണം, രക്ഷയാകണം, സമാധാനമാകണം. ഓർഡർ അങ്ങനെയാണ്. അപ്പോൾ ആ തീ കരിക്കുന്നില്ല, എയർ കണ്ടീഷനാണ്. ഓർഡർ ഇല്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല. ഒരു തീയും കരിക്കുന്നില്ല, ഒരു കത്തിയും മുറിക്കുന്നില്ല, ഒരു മരുന്നും രോഗശമനം നടത്തുന്നില്ല. ഒരു വലിയും ഒരു നബിയും ഒരു മലക്കും ഒരാളും തന്നെ ഓർഡർ ഇല്ലാതെ ഇവിടെ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. എല്ലാം പടച്ച റബ്ബിന്റെ ഓർഡർ പ്രകാരമാണ്. ഇനി നിങ്ങൾ ഓർക്കുക, അള്ളാഹുവിന്റെ കുൻ എന്ന് പറയുന്ന ഈ ഓർഡറിന്റെ കലിമത്തുണ്ടല്ലോ, ഓർഡറിന്റെ വചനമുണ്ടല്ലോ, ആ വചനമാണ് ഇവിടെ ഉദ്ദേശമെന്നാണ് പണ്ഡിതന്മാര് പലരും പറയുന്നത്. വൽ മുറാദ് മിൻ ഖൗലിഹി കുൻ നഫാലു ഖുദ്റതിഹി ഫിൽ മുംകിനാതി വസറിയാൻ മസിയതിഹി ഫിൽ കായിനാത്. ഏത് കാര്യങ്ങളും അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരമല്ലേ നടക്കുന്നത്. അള്ളാഹുവിന്റെ ആ മഹത്തായ വചനങ്ങൾ കൊണ്ട് ഞാനിതാ കാവൽ ചോദിക്കുന്നു എന്നതിനൊരു മഅന. ഇനി സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൽ ഈസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് കലിമത്തുല്ലാഹി എന്ന് പറഞ്ഞിട്ടില്ലേ? അള്ളാഹുവിന്റെ വചനം എന്ന് പറഞ്ഞിട്ടില്ലേ? കാരണം അല്ലാഹു തആല ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ഉണ്ടായി ഈസാ നബി അലൈഹിസ്സലാം. അവിടെ മറിയം ബീവിക്ക് ഭർത്താവിന്റെ ആവശ്യം വന്നില്ല. ഇരിക്കട്ടെ, അപ്പൊ കലിമത്തുല്ലാഹി എന്നത് ഈസാ നബി അലൈഹിസ്സലാമിന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ടല്ലോ. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഈ അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി എന്ന ഈ പറഞ്ഞ ദിക്ർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദിക്റിന് മറ്റൊരർത്ഥം പറയുന്നു. വഅയ്ലൻ സബത ഫിൽ മാഖൂലാതി, ഇങ്ങനെ അള്ളാഹുവിന്റെ ഓർഡറായ വചനങ്ങൾ കൊണ്ട് കാവലി ചോദിക്കുന്നു എന്നാണ്. അള്ളാഹുവിന്റെ വചനങ്ങൾ കൊണ്ട് കാവലി ചോദിക്കുന്നു എന്നാണ് ഒരർത്ഥം. മറ്റൊരർത്ഥം ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന ആലമുൽ അർവാഹി മുസ്തൗലിൻ അലാ ആലമിൽ അജ്സാം, ലോകങ്ങൾ പലതുണ്ട്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്തിന്റെ തഫ്സീർ പറയുമ്പോൾ ഞാൻ ലോകങ്ങളെ കുറിച്ച് പറയാം. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ആലമുകൾ, ലോകങ്ങൾ പലതുണ്ട്. അതിൽ ആത്മീയ ലോകങ്ങളുണ്ട്, ശാരീരിക ലോകങ്ങളുണ്ട്. മലക്കുകൾ ആത്മീയ ലോകത്തുള്ളവരാണ്. ഈ ആത്മീയ ലോകത്തുള്ള മലക്കുകൾ അവരാണല്ലോ ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഭരണരംഗത്ത് പല കാര്യങ്ങളും അള്ളാഹു ഏൽപ്പിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മഴ പെയ്യുന്നതിന്റെ പിന്നിൽ മലക്കിന്റെ പ്രവർത്തനമുണ്ടല്ലോ, അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടാണല്ലോ. അതുപോലെ ഓരോ സംഗതികൾക്കുമില്ലേ മലക്കിന്റെ പ്രവർത്തനം. അപ്പൊ ഈ ഭൂമിയിലുള്ള ശാരീരിക ലോകത്തുള്ള കാര്യങ്ങൾ അതേ ആത്മീയ ലോകത്തുള്ളവരാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഖുർആനിൽ ആത്മീയ ലോകത്തുള്ള ആത്മീയ ശക്തികളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. വൽ മുദബ്ബിറാത്തി അംറാ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ തന്നെയാണ് സത്യമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ ആത്മീയ ലോകത്തുള്ള മലക്കുകളോട് കാവല് ചോദിക്കുന്ന വാചകമാണ്, ആത്മാക്കളോട് കാവല് ചോദിക്കുന്ന വാചകമാണ് അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ എന്നത് ആത്മാക്കളോട് കാവല് ചോദിക്കുന്ന വാചകങ്ങളാണെന്നും അതിനർത്ഥം പറയാമെന്ന്, അതിനുദ്ദേശം മനസ്സിലാക്കാമെന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി പറയുകയാണ്. വഇന്നമാ ഹിയൽ മുദബ്ബിറാത്തി ലിഉമൂരി ഹാദൽ ആലമി കമാ ഖാല തആല ഫൽ മുദബ്ബിറാത്തി അംറാ ഫഖൗലുഹു അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി ഇസ്തിആദത്തുൻ മിനൽ അർവാഹിൽ ബശരിയത്തി ബിൽ അർവാഹിൽ ആലിയത്തിൽ മുഖദ്ദസത്തി الطاهرة الطيبة في دفع شرور الأرواح الخبيثة الظلمانية القذرة فالمراد بكلمات الله التامات تلك الأرواح العالية الطاهرة. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലിമത്തുകളെ കൊണ്ട് കാക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പരിശുദ്ധാത്മാക്കളെ കൊണ്ട് കാക്കുന്നു എന്നാണ്. ആ പരിശുദ്ധാത്മാക്കൾ മുഖേന ഇവിടെയുള്ള ദുഷിച്ച ആത്മാക്കളിൽ നിന്ന് കാവല് ചോദിക്കുന്ന ദിക്റാണ് അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ എന്നും അതിനർത്ഥം പറയാം, മനസ്സിലാക്കാമെന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീറിൽ പറയുന്നു. ഇവിടെ എന്റെ മാന്യ സഹോദരന്മാർ മനസ്സിലാക്കണം. അപ്പൊ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നത് അള്ളയാണ് എല്ലാം സൃഷ്ടിക്കുന്നവനെന്ന നിലക്കുള്ള ചോദ്യമാണ്, അള്ളയാണ് കൊടുക്കുന്നവനെന്ന നിലക്കുള്ള ചോദ്യമാണ്.
അപ്പൊ അള്ളാന്റെ സൃഷ്ടികളോട് കാവൽ ചോദിക്കുന്നതോ അള്ളാഹുവിന്റെ സൃഷ്ടികളോട് കാവൽ ചോദിക്കുന്നത് സൃഷ്ടിക്കുന്നവരെന്ന നിലക്കല്ല, കൊടുക്കുന്നവരെന്ന നിലക്കല്ല, മറിച്ച് അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങൾ എന്ന നിലക്കാണ്. മലക്കുകൾ കാരണങ്ങളാണ്, ആത്മാക്കൾ കാരണങ്ങളാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാക്കളോടുള്ള കാവൽ ചോദിക്കൽ കാരണങ്ങൾ എന്ന നിലക്കുള്ള കാവൽ ചോദിക്കലാണ്. ഏതുപോലെ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നിങ്ങൾക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിൽക്കുകയാണ്. ആ നിൽക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ അടിമയെ അടിച്ചു. അടിമക്ക് വല്ലാതെ വേദനയുള്ള അടി കിട്ടിയപ്പോൾ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടിമ അഊദു ബില്ലാഹ് പടച്ച റബ്ബിനോട് കാവൽ ചോദിക്കുന്ന വാചകം പറഞ്ഞു. അഊദു ബില്ലാഹ്, അല്ലാഹനെ കൊണ്ട് കാക്കുന്നു എന്ന് പറഞ്ഞു. ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ബുഖാരി മുസ്ലിം എന്ന് നിങ്ങൾ സാധാരണ കേൾക്കാറില്ലേ? ആ സഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ അടി അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു അടി നിർത്തുന്നില്ല. അതേ അന്നഹു കാന യദ്രിബു ഗുലാമഹു ഫജാല യഖൂലു അഊദു ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് ഞാൻ കാക്കുന്നു, അല്ലാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്റെ അടിമ പറഞ്ഞിട്ടും അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടി നിന്നില്ല. പിന്നെയും ഇങ്ങനെ അടി കിട്ടുകയാണ്. അപ്പോൾ അടിമ എന്ത് ചെയ്തു? ഫഖാല അഊദു ബിറസൂലില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് കാവൽ ചോദിക്കുന്നു, ഞാൻ റസൂലുള്ളാഹിനെ കൊണ്ട് കാക്കുന്നു എന്ന് റസൂലുള്ളാഹിനെ വിളിച്ച് കാവൽ ചോദിച്ചു. അല്ലാഹുവിനോട് കാവൽ ചോദിച്ചപ്പോൾ അടി നിന്ന് കിട്ടിയില്ല. അപ്പോഴാ പിന്നെ റസൂലുള്ളാഹിനെ വിളിച്ച് കാവൽ ചോദിക്കുന്നത്. അഊദു ബിറസൂലില്ലാഹ്, അള്ളാഹ്ക്ക് കയ്യൂലാന്ന് വിചാരിച്ചിട്ട് നബിയെ വിളിച്ചതല്ല കേട്ടോ. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. തെറ്റിദ്ധരിച്ച ഇസ്ലാം എന്ന് പുറത്തു പോകും. അള്ളാഹുവിന് കഴിയാഞ്ഞിട്ട് റസൂലുള്ളാഹിനെ വിളിച്ചതല്ല. അള്ളാഹുവിന്റെ കാവല് കിട്ടാനുള്ള ഒരു വഴിയാണ് റസൂലുള്ളാഹിനെ വിളിക്കൽ. അള്ളാഹുവിന്റെ കാവല് കിട്ടാനുള്ള ഒരു വഴിയാണ് അള്ളാഹിന്റെ ഹബീബായ റസൂലുള്ളാഹിനെ വിളിച്ച് കാവൽ തേടൽ. അതുകൊണ്ടാണ് സഹാബിയായ ഈ അടിമ അഊദു ബില്ലാഹ് എന്ന് തേടിയിട്ട് കാവല് കിട്ടാതിരുന്നപ്പോ, അടി നിൽക്കാതിരുന്നപ്പോ റസൂലുള്ളാഹിനെ വിളിക്കുകയാണ്. അഊദു ബിറസൂലില്ലാഹ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു, ഫതറകഹു, അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടി നിന്നു. അടി റസൂലുള്ളാഹിനെ വിളിച്ച് കാവൽ ചോദിച്ചപ്പോൾ അടി നിന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലാഹി ലല്ലാഹു അക്ബറു അലൈക മിൻക അലൈഹി, അബൂ മസ്ഊദേ, നീ നിന്റെ അടിമയെ അടിച്ചു അല്ലേ? നിനക്കിപ്പോൾ അദ്ദേഹത്തെ അടിക്കാൻ കഴിവുണ്ടായി, നിന്റെ അടിമയായതുകൊണ്ടല്ലേ? നീ അള്ളാഹുവിന്റെ അടിമയല്ലേ? അള്ളാഹുവിന് നിന്റെ മേൽ അദ്ദേഹത്തിന് നിനക്കുള്ള കഴിവിനേക്കാൾ വലിയ കഴിവുണ്ടേ അബൂ മസ്ഊദേ എന്ന് പറഞ്ഞപ്പോൾ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പടച്ചവനെ പേടിച്ച അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അടിമയെ ഉടമസ്ഥതയിൽ നിന്ന് മോചിപ്പിച്ചു, സ്വതന്ത്രനാക്കി വിട്ടു. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇത് നിങ്ങൾക്ക് കാണാം. സഹോദരന്മാരെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹിനെ വിളിച്ച് ആരെങ്കിലും കാവൽ ചോദിച്ചാൽ, ബദരീങ്ങളെ വിളിച്ച് കാവൽ ചോദിച്ചാൽ, മലക്കുകളെ വിളിച്ച് കാവൽ ചോദിച്ചാൽ, ആ കാവൽ ചോദിക്കുന്നത് കാവലിന്റെ സൃഷ്ടാവ് എന്ന നിലക്കുള്ള കാവൽ ചോദിക്കലല്ല, അള്ളാഹുവിന്റെ കാവൽ കിട്ടാനുള്ള കാരണമാണ്. അള്ളാഹുവിന്റെ മഹാത്മാക്കളെ വിളിക്കൽ എന്ന നിലക്കാണ്, മഹാത്മാക്കളോട് കാവൽ ചോദിക്കൽ എന്ന നിലക്കാണ്. അങ്ങനെയാണല്ലോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് നബിയെ വിളിച്ച് കാവൽ ചോദിച്ചത് സഹീഹ് മുസ്ലിമിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അള്ളാഹുവിന്റെ കലിമത്തുകളെ കൊണ്ട് കാവൽ ചോദിക്കാൻ നമ്മെ പഠിപ്പിച്ചത്.